നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഒരു ജൈൻ ടെമ്പിളിലാണ്. ഇതിനെപ്പറ്റി ഒരുപാട് എന്താ പറയുക മിത്ത് പറഞ്ഞു വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പു സുൽത്താൻ ഇവിടെ പിടിച്ചടക്കിയതിന് മുന്നേ ഇതൊരു ജൈൻ ടെമ്പിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആയുധങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സുൽത്താൻസ് ബാറ്ററി ആണ് പിന്നെ ലാസ്റ്റ് സുൽത്താൻ ബത്തേരി ആയതെന്ന് പറയപ്പെടുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ കേട്ടതാണ്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ കൂടെ ഒരു തുരങ്കം മൈസൂർ വരേക്ക് പണിതിട്ടുണ്ട്, അല്ല ഇതിനടുത്ത് വരേക്ക് എന്നൊക്കെയും പറയപ്പെടുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയുള്ള കിണറിൻ്റെ അടിയിൽ ഒരു തുരങ്കമായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയപ്പെടുന്നതാണ്. പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വേറൊരു ടീം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു പാമ്പിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ആ പാമ്പിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് എത്തിക്കഴിഞ്ഞാൽ അത് നടക്കുന്നു. ഇതൊക്കെ തള്ളാണെന്ന് നമുക്ക് തോന്നും, അറിയില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ, വന്ന് ഇരിക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ വരണം, നല്ല രസമാണ്. ഈ കിണർ ഏതാ? ഇതാ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് തുരങ്കം ഉണ്ട് എന്ന് പറയുന്ന കിണർ. ഇവിടെ ചെരുപ്പിട്ട് പോകരുത് എന്നൊക്കെ ബോർഡ് ഉണ്ട്, പക്ഷെ ആരും അതൊന്നും കേൾക്കാറില്ല. ഇതിൻ്റെ ഉള്ളിലൊരു പ്രതിഷ്ഠ പോലൊരു സംഭവമുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഞാൻ മുന്നേ വന്നപ്പോൾ എനിക്കത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നമുക്കിപ്പോൾ പോയി നോക്കാം എന്താണ് ആ പ്രതിഷ്ഠ. ഇവിടെ മിക്കവാറും ലവേഴ്സ് കോർണറായിട്ടാണ് തോന്നി. ഈ ഫോറിനേഴ്സ് ട്രിപ്പ് വരുന്ന ടൂറിസ്റ്റ് അല്ലാതെ കൂടുതൽ ലവേഴ്സ് കോർണറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതാണ് ആ പറഞ്ഞ സംഭവം. അപ്പം നമുക്ക് ഇല്ല കേട്ടോ, അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല. അതെന്നാരും എന്നെ പറഞ്ഞ് പറ്റിച്ചത്. പക്ഷെ ഉള്ളൊക്കെ ലോക്കാണ്. പിന്നെ ആ പാമ്പിൻ്റെ ഇവിടെ എവിടെയോ ആയിരുന്നു. ആ ഇതാണ് ആ പറഞ്ഞ പാമ്പ്. ഞാൻ ഒരു തവണ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒന്നും എത്തിക്കാൻ പറ്റില്ല. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്കറിയില്ല. നല്ല ക്ലാസിക്കൽ ഡാൻസൊക്കെ അറിയുന്നവർക്ക് ഈ വഴുക്കലൊന്നും ഇല്ലാത്ത സമയത്ത് വന്ന് പോസ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണിത്. ഫോട്ടോ പ്ലീസ്, ഫോട്ടോ. അപ്പോൾ വയനാട് കറങ്ങാൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ബിൽഡിങ്സ്, അതായത് പ്രൊട്ടക്റ്റഡ് ബിൽഡിങ്സ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വർത്തായിരിക്കും. അപ്പോൾ ബത്തേരി ടൗണിൻ്റെ ഉള്ളിൽ വന്നിട്ട് കാണാൻ പറ്റിയ സ്പോട്സ് നോക്കിയാലും ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്.